അപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി BLOമാർ ടി പത്മനാഭന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു. അരുൺ, ഇന്നു മുതൽ ഗൃഹസന്ദർശനം തുടങ്ങുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനോട് BLOമാർ ചോദിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് നടപടികൾ? 3 മാസം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നടത്തുന്നത്. അതിന്റെ കേരളത്തിലെ നടപടിക്രമങ്ങൾ ഇന്നാണ് ആരംഭിക്കുന്നത്. ബൂത്ത് തല ഓഫീസർമാർ, അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ളവരുടെ വീടുകളിൽ കളക്ടർമാർ, അസിസ്റ്റന്റ് കളക്ടർമാർ ഉൾപ്പെടെ എത്തുന്നുണ്ട്. ഈ ഫോറം കൈമാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കഥാകൃത്ത് ടി പത്മനാഭന്റെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളതാണ്. ബൂത്ത് തല ഓഫീസർമാർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ജില്ലാ കളക്ടർ കൂടി ഇങ്ങോട്ട് എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ പ്രമുഖരായിട്ടുള്ളവരുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളുണ്ട്. അത്തരത്തിൽ സംസ്ഥാനത്ത് ഉടനീളം തന്നെ ഇത്തരം പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ, സാഹിത്യ മേഖലയിലുള്ളവർ, അങ്ങനെ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരുടെയൊക്കെ വീടുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അല്പസമയത്തിനകം കണ്ണൂരിലെ ടി പത്മനാഭന്റെ വീട്ടിലേക്ക് ജില്ലാ കളക്ടർ എത്തിച്ചേരും. ഇവിടെ എല്ലാ വീടുകളിലും നൽകുന്നത് പോലെ തന്നെ ഇതിന്റെ ഈ ഫോറം കൈമാറും. അത് ഫില്ല് ചെയ്യും. അതിന്റെ തുടർന്നുള്ള നടപടിക്രമങ്ങളും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും സംസ്ഥാനത്തെ നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടമായാണ് പ്രമുഖരുടെ വീടുകളിൽ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം എത്തുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെ പ്രമുഖരുടെ വീടുകളിലേക്ക് ആദ്യം എത്തുകയാണ് SIR ഉദ്യോഗസ്ഥർ. BLOമാർ ടി പത്മനാഭന്റെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ടി പത്മനാഭൻ സാധാരണ അദ്ദേഹത്തിന് നിലപാടൊക്കെ പറയുന്ന ആളാണ്. ഇനി ഈ SIRൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നിലപാട് പറയാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിന് അറിയുകയും ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്തായാലും ഇനിയിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിന്റെ സമയമാണ്. ബ്രേക്കിംഗ് ന്യൂസുമായി ചേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.